കേരളത്തിൽ പിണറായി സർക്കാരിൻ്റെ രണ്ടാം തുടർ ഭരണത്തിൻ്റെ അവസാനം എത്താറാകുമ്പോൾ പിണറായി സർക്കാർ അവലംബിച്ചിരിക്കുന്ന നവകേരള യാത്ര. നവകേരള യാത്രയിൽ പൊതുജനങ്ങൾക്ക് തൃപ്തിയോ അതൃപ്തിയോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമുക്ക് പൊതുജനങ്ങളിലോട്ട് പോകാം. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഈ നവകേരള യാത്ര കൊണ്ട് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് എന്താണ്? ചേട്ടൻ്റെ മുഖ്യമന്ത്രി എന്തോ അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അത് പൊതുജനങ്ങളിൽ എന്താണ് അവബോധം ഉണ്ടായിരിക്കുന്നത് അതിനെപ്പറ്റിയുള്ളത്? ഇന്ന് ഈ യാത്രയെക്കുറിച്ച് പൊതുജനങ്ങളും പിന്നെ ഭരിക്കുന്ന പാർട്ടിപ്പെട്ട പ്രവർത്തകരുൾപ്പെടെ ഇന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറിയാണ്, മോശമായ രീതിയിലുള്ള രീതിയാണ് പറയുന്നത്. ആരും ഇഷ്ടപ്പെട്ടിട്ടല്ല ഈ യാത്രയ്ക്ക് പോകുന്നത്. കാരണം ഇന്ന് ഓഫീസുകളിൽ തന്നെ എന്നാൽ സ്റ്റാഫുകളില്ല. ഒരു വില്ലേജ് ഓഫീസിൽ ചെന്നാലും സ്റ്റാഫുകളില്ല. അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക്, കല്യാണ ആവശ്യങ്ങൾക്കും മറ്റുള്ള പ്രവർത്തനങ്ങൾക്കും ഒരു ലോൺ എടുക്കാൻ വേണ്ടിയിട്ട്, ഒരു കുടിക്കട സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടും മറ്റും ബാധ്യത എടുക്കാൻ വേണ്ടിയിട്ട് പോലും ചെല്ലുമ്പോൾ അവിടെ വില്ലേജ് ഓഫീസർമാരോ മറ്റൊന്നുമില്ലാതെ അവർ നവകേരള യാത്രയുടെ പരാതികൾ സ്വീകരിക്കാൻ പോയെന്നുള്ള പ്രവർത്തനമാണ് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന മറുപടി. ഈ പരാതികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പരാതികൾക്ക് തീർപ്പാവുമെന്നൊരു എന്തെങ്കിലും ഒരു തീർപ്പാവാൻ സാധ്യതയുണ്ട്? ഒരിക്കലുമില്ല. പരാതികൾ തീർക്കാനായിട്ട് ഇവിടെ അതിനുള്ള സമ്പത്തുണ്ടാവണം. ഇവിടെ സാമ്പത്തികമായിട്ട് ഇന്നത്തെ നമ്മുടെ ഖജനാവ് കാര്യമായിട്ടിരിക്കുകയാണ്. ഈ ശബരിമലയിൽ നിന്നുള്ള ഫണ്ട് ഇപ്പോൾ വന്നു തുടങ്ങിയപ്പോഴാണ് ഖജനാവ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരിക്കലും ഇവിടെ ഈ പരാതികൾ കൊണ്ട് ലൈഫോ അല്ലെങ്കിൽ ലൈഫിലെ വീടുകളോ ഒന്നും തന്നെ കിട്ടില്ല. യാതൊരു സംശയമില്ല. ഈ പരാതി കൊണ്ട് ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ് ഞാനും കൊടുത്തിട്ടുണ്ട് ഒരു പരാതി. ഈ യാത്രയിൽ തീർച്ചയായിട്ടും പരാതി എന്തായാലും തീർപ്പ് വരുത്തിക്കാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് പരാതി വന്നാലും മുഖ്യൻ്റെ ബ്യൂറോക്രസി അവരുടെ ഭരണമണ്ഡലത്തിന് ഈ പരാതികൾ മൊത്തത്തിൽ യാതൊരു തീർപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പൊതുജനങ്ങൾക്ക് ബോധ്യമാണ്. പക്ഷേ ഇതുകൊണ്ട് എന്തോ മുഖ്യനെ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ മുഖ്യൻ എന്ത് തോന്നുന്നു? രാജാവായിട്ട് ജീവിക്കാം. രാജാവായിട്ട് കാരണമുണ്ടെങ്കിൽ മോദിജിയൊക്കെ ഇറങ്ങി ഒരു ഫ്ലൈറ്റിൽ നിന്നും മറ്റുള്ള മോഡിൽ നിന്ന് ഇറങ്ങി വരും. ഇത് ആ ബസ്സിൽ നിന്ന് പോലും ഇറങ്ങാനായിട്ട് രാജാവ് പോലും ഇതേമാതിരി ജീവിച്ചിട്ടില്ല. രാജാവൊക്കെ ഇറങ്ങി നമ്മളെ തിരുവിതാംകൂർ രാജാവൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് സ്വത്തുക്കളിവിടെ സംഭരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് സംഭരിച്ചാണ് നിലവറയിലൊക്കെ കിടക്കുന്നത്. ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിരിയേരി പോലും പിടിച്ചുകൊണ്ടാണ് അന്നത്തെ കാലഘട്ടം ജീവിച്ചത്. പിന്നെ കൃഷിക്കാരെ അവസ്ഥ എടുത്ത് നോക്കുക. കൃഷിക്കാർ പോലും നെല്ല് സംഭരിച്ചിട്ട് അവർക്ക് പോലും 500 കോടി രൂപയോളം കൊടുക്കാനുള്ളൂ. ഈ അടുത്ത് വരുന്ന പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നവകേരള യാത്ര വിഭാവനം ചെയ്യുന്നതും അത് നടത്തുന്നതെന്നും ഒരു സംസ്കാരം പൊതുജനങ്ങളിലുണ്ട്. തീർച്ചയായിട്ടും അതൊരു ഈ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് വോട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് വോട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവും ആണ് ഇതിൽ നടക്കുന്നത്. അതിനുവേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ മുഖ്യമന്ത്രി ചെയ്താലല്ലേ ആ മുഖ്യമന്ത്രിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു കാര്യം നടക്കും. മുഖ്യമന്ത്രിയെ കൊണ്ട് എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു നവകേരള യാത്ര സംഘടിപ്പിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാകും തോന്നാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ആദ്യം തന്നെ നമ്മളുടെ ഒരു വീട്ടിൽ ഒരാൾ ജോലിക്ക് പോയാലാണ് ജീവിക്കാൻ പറ്റുള്ളൂ. ആ ജോലിക്ക് പോയാൽ അവന് വൈകിട്ട് 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അരി മേടിക്കുക, അവൻ്റെ മക്കളെ പഠിപ്പിക്കുക, മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആ പൈസയാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഫണ്ടില്ലാതെ കേന്ദ്രം ഫണ്ട് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നിട്ട് എങ്ങനെ നടക്കാനും? ആദ്യം തന്നെ നമ്മുടെ കുടുംബത്തിൽ ഫണ്ടാണ് ഉണ്ടാവേണ്ടത്. അതിന് വേണ്ട ചെറിയ വ്യവസായമാണ് വേണം. ഇവിടെ വ്യവസായമാണെങ്കിൽ ഇവിടെ ഏത് വ്യവസായവും നടത്താൻ സാധിക്കുന്നുണ്ട്. അടുത്ത ചോദിക്കാൻ ഞാൻ നമ്മൾ ആലപ്പുഴ നടന്നൊരു സംഭവമുണ്ട്. നവകേരള യാത്ര വന്ന സമയത്ത് കരിങ്കൊടി കാണിച്ചുകൊണ്ട് പ്രതിഷേധം. ഈ പ്രതിഷേധം നമുക്ക് ആർക്കും ഏത് രീതിയിലും അക്രമരഹിതമായിട്ടുള്ള പ്രതിഷേധം നമുക്ക് ആരോടും സൂചിപ്പിക്കാം. അത് നമ്മുടെ അവകാശമാണ്. ഈ അവകാശത്തെ ലംഘിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പോലീസ് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചത് വളരെ കിരാതമായിട്ടായിരുന്നു ആണല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നത്. ഇത് ഏത് രീതിയിലാണ് ചേട്ടൻ ഇതിനെക്കുറിച്ച് അഭിപ്രായം? ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനാധിപത്യപരമായ രീതിയിലാണ്. ആ ജനാധിപത്യ രീതിയിൽ പഴയകാല കരിങ്കൊടി പ്രതിഷേധത്തിന് നേരെ മുഖ്യമന്ത്രി തന്നെ പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടി കരിങ്കൊടി അറിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് പോലും ഇവിടെ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഏത് രീതിയിൽ 1924 ഇവിടെ രൂപീകൃതമായി. ആ രൂപീകൃതമായതൊക്കെ വിപ്ലവകരമായ സമരത്തിലൂടെ തന്നെയാണ്. ആ സമരത്തെ ഇന്നത്തെ ഇതിൽ ജനാധിപത്യമില്ലാതെ അടിച്ചമർത്തിയിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ്
ഇപ്പോൾ നമ്മുടെ നിയമസഭാ മന്ദിരം അടിച്ചൊളിച്ചു. ഒരു ലോകത്തിൽ കണ്ടിട്ടുണ്ട് ഇതേപോലെ. ആ നിയമസഭാ മന്ദിരം അടിച്ചു പൊളിച്ചതിനെ ന്യായീകരിക്കല്ലേ. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിന് ജനാധിപത്യം ഇല്ലാതായി. ഞാനിപ്പോൾ ചോദിക്കും, നമ്മുടെ ഈ നവകേരള യാത്ര മുഖ്യമന്ത്രി ആലപ്പുഴ കഴിഞ്ഞ് ഭയങ്കരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്താണ് ഇവർ നടത്തുന്നതിൻ്റെ നവകേരള യാത്രയെക്കുറിച്ച് ചേച്ചിയുടേതായിട്ടുള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത്? എല്ലാവർക്കും അറിയാമല്ലോ, ദൂർത്താണെന്നുള്ളത് അറിയാമല്ലോ. അതൊന്ന്. പിന്നെ ഞാനതങ്ങനെ അത്ര ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്കായിട്ട് എന്തെങ്കിലും അതിൽ ഗുണമുണ്ടോയെന്നൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ പൊന്നുപോലെ എനിക്കത് കാരണം ഞാനതങ്ങനെ ശ്രദ്ധിക്കാറില്ല. നമ്മളെ കാര്യമായിട്ട് നടക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് രാഷ്ട്രീയമായിട്ട് ഇപ്പം ഓരോന്നിനാണെങ്കിലും ചെല്ലുമ്പോഴും ഓരോരുത്തർക്ക് ഭയങ്കര പാടല്ലോ. എന്തെങ്കിലുമായിട്ട് നമ്മൾ ചെല്ലുമ്പോഴും ഒത്തിരി ഇതായിട്ടുള്ള സംഭവം. എന്നിരുന്നാലും ചേച്ചി സ്വാഭാവികമായിട്ട് ഇലക്ഷനിൽ വരുമ്പോൾ വോട്ട് ചെയ്യാൻ പോകാറുണ്ടല്ലോ. വോട്ട് ചെയ്യും. അപ്പോൾ ചേച്ചി തീർച്ചയായിട്ടും ജനാധിപത്യ ബോധമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ നമ്മളുടെ അവകാശങ്ങൾ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതാണല്ലേ. ഇപ്പോൾ ഈ മുഖ്യനിപ്പോൾ ഈ യാത്ര നടത്തുമ്പോഴത്തേക്കും ജനങ്ങളിൽ നിന്നും ഒരുപാട് പരാതികൾ സാധാരണ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന ഒരു സ്ഥിരം പരിപാടിയാണ്. പദയാത്രകൾ, ഇപ്പോൾ ഇതുപോലുള്ള നവകേരള യാത്രകളൊക്കെ സംഘടിപ്പിച്ചിട്ട് ജനങ്ങൾക്ക് പരാതിയൊന്നും തരില്ല. ഇത് തീർച്ചയായിട്ടും സാധാരണക്കാരെ ആൾക്കാർക്ക് അറിയാൻ കഴിയുന്നത് ഇലക്ഷൻ പൊതു തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു തന്ത്രമാണ് എന്ന് ചേച്ചിക്ക് അതറിയാം. ഇലക്ഷന്റെ പ്രമാണിച്ചിട്ടുള്ള സംഭവമാണ്. പരാതി കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും പരാതി കിട്ടേണ്ടടുത്തൊന്നുമല്ല കിട്ടണമെന്നും കൂടിയാണ് പേപ്പറിൽ കാണുന്നത്. അതുകൊണ്ട് പിന്നെ അതിനുള്ള ഗുണം എന്താണെന്നാണ് പിന്നെ ചോദിക്കുന്നത്. അതിലും ഒരു സ്വജനപക്ഷപാതം ഉണ്ടല്ലേ? ഉണ്ട്. അവരവരുടെ ആൾക്കാർക്ക് പാവങ്ങൾക്കൊന്നും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ആലപ്പുഴയിൽ നടന്ന സംഭവം കരിങ്കൊടി വളരെ സമാധാനപരമായിട്ട് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുടെ അതിർത്തിയായിട്ടുള്ള കുറച്ച് ആൾക്കാർ. അപ്പോൾ അതിൽ മുഖ്യമന്ത്രിയുടെ നിരാതരായ പോലീസുകാർ, ഗൺമാൻ തുടങ്ങിയ ആൾക്കാർ, ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാർ അവർ നടു റോഡിലിട്ട് തല്ലി ചതയ്ക്കുന്ന ഒരു പ്രവണത ഉണ്ടായി. അപ്പോൾ അത് മുഖ്യൻ്റെ ഈ ചെയ്തികളെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അത് എന്തിനു വേണ്ടിയിട്ട് മുഖ്യൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും? അത് ഇന്നലെ നടന്ന സംഭവമല്ല, കൂടുതൽ അറിയില്ല. അതെ അതെ. പക്ഷെ ചെയ്തതെന്തായാലും തെറ്റ് തന്നെയാണ്. ആൾക്കാരെ ഗുണ്ടകളായിട്ട് പോലെ പെരുമാറുന്നതൊക്കെ തെറ്റിയാണ്. കരിങ്കൊടി കാണിക്കാനൊക്കെ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ ചന്ദ്രവർണ്ണ വണ്ടിയുടെ മുന്നിലോട്ട് ചാടി അവനവൻ തന്നെ ഇല്ലാണ്ടാവേണ്ട കാര്യമില്ല എന്നാണ്. അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. സംഭവം എനിക്കറിയില്ല കൂടുതൽ. ഞാൻ ചോദിക്കട്ടെ, ചേച്ചി ഒരു വോട്ടർ എന്നുള്ള നിലയിൽ ഈ അടുത്ത് വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇവരിനി എന്തൊക്കെ ചെയ്താൽ ഇവർക്ക് ഒരു ഭരണം, ഒരു മൂന്നാമത്തെ പ്രാവശ്യം ഒരു ഭരണം കിട്ടാൻ അത് സംശയമാണ്. കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ കയറിയത് കിറ്റിൻ്റെ ബലത്തിൽ എല്ലാവർക്കും. അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ് ഇവർ ജയിച്ചപ്പോൾ കിറ്റ് നിർത്തുകയും ചെയ്യും. അത് ഇപ്രാവശ്യം ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും മതിയായിട്ടിരിക്കുക. ഓരോ പെൻഷനൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പേപ്പറിൽ വരും പാവങ്ങളായിട്ടുള്ളവർ. അതായിട്ട് ഒരു മരുന്ന് വാങ്ങിക്കുന്നത് അത് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അത് കാരണം ഇനിയിപ്പോൾ ജയിക്കുമെന്നുള്ള സംശയമാണ്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഒരു തോൽവി 80% ഒരു തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ചില ചെയ്തികളാണ് ഇതൊക്കെയാണ്. നമ്മുടെ മുഖ്യമന്ത്രി നടത്തുന്ന ഈ നവകേരള യാത്ര അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നന്മയും ചെയ്യാത്ത സർക്കാരാണ്. ഞാൻ ഈ ലോട്ടറി കൊണ്ട് അതിൽ നിന്ന് 1 രൂപ കമ്മീഷൻ കൊടുത്ത സർക്കാരാണ്. പിന്നെ എന്താണ് പാവങ്ങളുടെ സർക്കാരെന്ന് പറഞ്ഞു പല കാര്യമുണ്ട്. അത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൂടി കണ്ടാണ് ലോട്ടറി കട കത്തിക്കുന്നതൊക്കെ. ആർക്കും യാതൊരു പ്രൈസ് കിട്ടുന്നില്ല അങ്ങനെയുള്ള ലോട്ടറി. അപ്പോൾ കേരളത്തിൻ്റെ വരുമാനങ്ങളിൽ സ്രോതസ്സുകൾ, വരുമാന സ്രോതസ്സിൽ സർക്കാരിൻ്റെ 2 കാര്യങ്ങൾ. ഒന്ന് ബിവറേജ് കോർപ്പറേഷൻ, ഒന്ന് ലോട്ടറി. അതിൽ തന്നെ നല്ല രീതിയിലുള്ള തട്ടിപ്പ് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. പാവപ്പെട്ടവൻ്റെ പച്ചരിയിലാണ് കൈയിട്ട് വരുന്നത് ഈ സർക്കാർ എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ആ ലോട്ടറി കട കത്തിച്ച് ഒരു സംഭവം. അതേപോലെ തന്നെ ഈ നവകേരള യാത്രയിൽ മുഖ്യമന്ത്രി ലക്ഷ്യം വയ്ക്കുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത് അതിന് മുന്നേ മനസ്സിൽ കാണുന്നതാണ് നമ്മുടെ പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങൾ ചേട്ടന് ബോധമുള്ളതാണ്. എന്തായിരിക്കും മുഖ്യമന്ത്രി ഇതുകൊണ്ട് ഉന്നം വയ്ക്കുന്നത്? നന്മയാണോ തിന്നാണോ വരാത്തതാണോ എന്നറിയാം. പക്ഷേ അവർക്കറിയില്ല.
എന്തെങ്കിലും പരാതികൾ ഇഷ്ടംപോലെ സ്വീകരിക്കുന്നുണ്ട്, ഇതുവല്ല ഉയർപ്പാക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് ഒരു കാര്യവും ചെയ്യുന്നില്ല. കാരണം എനിക്ക് വഴിയില്ലാണ്ട് ഞാൻ പാർട്ടികൾക്ക് കണ്ടിട്ട് ഞാൻ പാർട്ടിക്കാരല്ല, അത് കാരണം ഞാൻ ഇടപെടാൻ പറ്റുള്ളൂ. പാർട്ടിക്കാർക്ക് മാത്രമേ ഇടപെടുള്ളൂ. അങ്ങനെ പാർട്ടിയുടെ ആൾക്ക് മാത്രമേ പ്രയോജനമുള്ളൂ. മനസ്സിലാക്കി. ഇതുകൊണ്ടൊക്കെ ഒരു അനന്തമായ ഭരണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അവരെന്തും ചെയ്യാം ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു അവസരം, ഒരു ചാൻസ് ഇദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ട് ചേട്ടൻ? ഇനിയുള്ളത് അവരെ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതെന്ത് ചേട്ടൻ്റെ മാത്രം അഭിപ്രായമാണോ അതേ ഈ മൊത്തം ജനങ്ങളുടെ? മൊത്തം ജനങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് അവരുടെ അവസരങ്ങളാണ് ഞാൻ അറിയുന്നത്. എനിക്ക് തോന്നണതാണ് അത് എല്ലാ പേരും നമ്മൾ തോൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ജയിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തോടുകൂടി എല്ലാവരും മുന്നോട്ട് പോകുന്നത് അല്ലേ? നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ അല്ലേ, നമുക്ക് നാളെയൊക്കെ ഒരു ഭാവി, നാളെയൊക്കെ ഒരു പ്രതീക്ഷയോടുകൂടി നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ചേട്ടൻ ഈ ലോട്ടറി കൊണ്ട് നടക്കുമ്പോൾ ചേട്ടൻ വിചാരിക്കുന്നതാണ് എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചാൽ കയ്യിൽ നിന്ന് അടിക്കും, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഒരു കസ്റ്റമറിന് ഒരു കോടി അടിക്കും, അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു തെറ്റില്ലാത്ത കമ്മീഷൻ കിട്ടും. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ആ പ്രതീക്ഷയില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ അവരും അതുപോലെ വെറുതെ ഒരു പ്രതീക്ഷയല്ലേ നടത്തുന്നത്? അപ്പം വെറുതെ ഒരു പ്രതീക്ഷ നടത്തുമെന്ന് ചേട്ടൻ പറയുന്നത്, ഇതിന് മുന്നേ തന്നെ ചേട്ടൻ തന്നെ പറഞ്ഞു അവർ തന്നെ ഭരണത്തിൽ വരുമെന്നും പറയുന്നു. പക്ഷേ നമുക്ക് കിട്ടിയ ഒരു പകുതി കൂടുതൽ ഒപ്പീനിയനും അവർക്ക് ഇനി ഒരു ഭരണത്തിൽ, ഒരു തുടർ ഭരണത്തിൽ മൂന്നാം വരാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സാധിക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ചേട്ടൻ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഞാൻ നിരീക്ഷണമല്ല, എൻ്റെ അഭിപ്രായം തന്നെ ഈ മരണം ചേട്ടൻ തന്നെ പറയുന്നു ഈ സർക്കാരിനെ കൊണ്ടിരിക്കുന്നവരെ യാതൊരു ഉപയോഗം ചേട്ടൻ തന്നെ തിരിച്ചു പറയുന്നു അവർ തന്നെ ഭരണം മാത്രമേ അവരാവുള്ളൂ. എന്താണ് നവകേരള യാത്രയുണ്ട്. ഈ നവകേരള യാത്രയിൽ വന്നിട്ട് പ്രവർത്തനങ്ങൾ നിങ്ങൾ മനസ്സിൽ തോന്നുന്നു? സത്യം പറഞ്ഞാൽ അറിയില്ല, എന്ത് കാര്യത്തിനാണെന്ന് അറിയില്ല. കുറച്ച് ചിലവുണ്ട്, അത്ര ഉള്ളൂ. കുറച്ച് ചിലവ് വരും, അത് നാട്ടുകാരെ ഒഴിയാം നികുതി, ബാക്കി നമ്മൾ നികുതിയായിട്ട് അടക്കണമല്ലോ. എങ്കിലും ആ ചിലവാക്കി ഇതിങ്ങനെ ഒരു ഷോ സംഘടിപ്പിക്കുമ്പോൾ ഇതൊരു ഷോ ആയിട്ട് തോന്നുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഷോ സംഘടിപ്പിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണത്തില്ല, ഉദ്ദേശ ലക്ഷ്യം കാണത്തില്ല. ലക്ഷ്യം എന്താ? സാധാരണ ഓരോരുത്തരുടെ കയ്യിലേക്ക് കാശ് വീഴുക, അതൊക്കെ തന്നെ ഉദ്ദേശം. വേറെ ഇത് നോർമൽ എല്ലായിടത്തും ഉണ്ട്. ഓരോ എൻക്വയറിക്ക് കാര്യങ്ങൾക്കും ഓഫീസുകൾ വേറെ ഉണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഓരോ ഓഫീസ് തുറന്നിട്ട് തരാം, നേരിട്ടൊരു അഭിമുഖമായിട്ട് പരാതികൾ സ്വീകരിക്കുന്നു. നമുക്ക് ആ പരാതികൾ പരിഹരിക്കാൻ ഈ ഇടക്കൊന്നും പറ്റത്തൊന്നുമില്ല. അതിനും വേണ്ടി പരാതികൾ വന്നിട്ടുണ്ട്. വെറുതെ എത്തിക്കാനായിട്ടൊരു ഷോ, അത്രേ ഉള്ളൂ. എന്താണ് അഭിപ്രായം ഇതിനെക്കുറിച്ച്? അല്ല, എന്താണ് മനസ്സിൽ തോന്നുന്നത് പറഞ്ഞാൽ മതി. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഫാബ്രിക്കേറ്റ് ചെയ്യുകയല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ തോന്നുന്നു. ഈ നവകേരള യാത്രയിൽ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ, അതല്ല അവർ വേറെ എന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യം കൂടി ചെയ്യുന്നതാണെന്ന് എന്താ അഭിപ്രായം? ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായമില്ല. കാരണം അതുകൊണ്ടൊരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് നമുക്ക് തോന്നിയേക്കുന്നത്. കാരണം നമ്മൾ ടി വിയിലാണെങ്കിലും കാണുമ്പോഴാണെങ്കിലും നമ്മൾ സാധാരണക്കാർക്ക് എല്ലാവർക്കും അതറിയാം. കാരണം വെറുതെ നടത്തിയൊരു ഇതാണ്. കാരണം പരാതികളുടെ എണ്ണം കണ്ടാൽ തന്നെ നമുക്കറിയാം. പ്രത്യേകിച്ച് അതുകൊണ്ട് യൂസ് ഒന്നുമില്ല. കാരണം അതെല്ലാം ഓൾമോസ്റ്റ് ഒരു 60% അത് സോൾവ് ആവുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നും തോന്നിയില്ല. കഴിഞ്ഞ ദിവസം ആലപ്പുഴ നടന്ന ഈ പോലീസ് മർദ്ദനം, പ്രവർത്തകരെ 2 വിദ്യാർത്ഥികളെ തല്ലിക്കൊണ്ടിച്ചു. നമുക്കതൊന്നും അറിയില്ല. അത് പിന്നെ അവര് സമാധാനപരമായിട്ട് കരിമുടി കാണിച്ച് പ്രതിഷേധിച്ചതാണ്. അതിനുള്ള അവകാശം നമുക്ക് യഥാർത്ഥത്തിലുണ്ട്. സമാധാനപരമായിട്ട് നമുക്ക് പ്രതിഷേധിക്കാനായിട്ടും പൊതുജനങ്ങൾക്ക് ശല്യമില്ലാത്ത രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം, മറ്റുള്ളവർക്ക് ശല്യമില്ലാത്ത രീതിയിൽ പ്രതിഷേധിക്കാനുള്ള എന്തെങ്കിലും കാണിച്ച് പ്രതിഷേധിക്കണ്ടേ? ആളുകൾക്ക് എന്തെങ്കിലും കാണിച്ച് പ്രതിഷേധിക്കണമല്ലോ. കാരണം നമ്മളുടെ റിയാക്ഷനാണ് നമ്മളത് കാണിക്കുന്നത്. അയാൾ കാണിച്ചു എന്നും പറഞ്ഞ് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് അതിനെക്കുറിച്ച് വലിയതായിട്ട് അറിയത്തില്ല. എന്നാലും ആളുകൾക്ക് അവരുടെ റിയാക്ഷൻ കാണിക്കാം എന്നാണ്. ഈ പോലീസിനെ കൊണ്ട് അല്ല, അത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പോലീസിനെ കൊണ്ട് ഇതാണ് മെയിൻ, പോലീസിനെ കൊണ്ട് തല്ലി ചതച്ചത്. അത് ഇതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തെറ്റ് അവിടെ സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടില്ല. ഒറ്റയടിക്ക് കഴിഞ്ഞു തോന്നിയിട്ടില്ല.
ഇനി ഒരു ഇലക്ഷൻ അല്ലേ, ഒരു ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണോ ഈ യാത്ര സംഘടിപ്പിച്ചതെന്ന് പോലും ചെറിയ സംശയങ്ങളില്ലാതില്ല ആൾക്കാർക്ക്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതിനേണ്ടി പോലും ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ചടുത്തൊരു മൂന്നാമത് ഒരു ഭരണം കിട്ടാൻ സാധ്യത നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ യങ് ജനറേഷനാണ്, നിങ്ങൾക്ക് തോന്നുന്നു സാധ്യതയുണ്ട്, പക്ഷേ വേണ്ടാന്ന് തോന്നാറുണ്ട്. സാധ്യതയുണ്ട്, ഇനിയും മൂന്നാമത് അവർക്ക് തന്നെ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്, പക്ഷേ വേണ്ടാന്ന് തോന്നാറുണ്ട്. കോൺഗ്രസ് വല്ലതും വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നു. അപ്പോൾ സാധ്യതയുണ്ട് എന്നല്ല നിങ്ങളുടെ അഭിപ്രായമാണോ? അത് പൊതുവെയുള്ള പബ്ലിക്കിൻ്റെ ഒരു പബ്ലിക് ഒപ്പീനിയൻ പോലെ എനിക്ക് തോന്നിയാണ്. പബ്ലിക് ഒപ്പീനിയൻ അല്ലത്. അങ്ങനെ ഇപ്പം കുറേ പേര് ഇപ്പോൾ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്, ഒന്നും അറിയാതെ വന്ന് വെക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് പാർട്ടി ആ സാധനം വന്നിട്ട് മറ്റൊരു പാർട്ടിയിൽ നിന്ന് പെട്ടെന്ന് പൊട്ടി ഈ ഒരു പാർട്ടിയിലോട്ട് വരുമ്പോൾ അവരെല്ലാവരും ഈ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? നിങ്ങളുടെ ഒരു വിദ്യാഭ്യാസമുള്ളവരാണ്, നിങ്ങൾ യുവാക്കളാണ്, നിങ്ങൾ ജീവിച്ച് കുറച്ച് സ്പിരിച്വലി ഇപ്പോഴുള്ള തലമുറ എല്ലാം നല്ല രീതിയിൽ ചിന്താശേഷിയുള്ളവരും ചിന്തിക്കുന്നവരാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്നൊരു കുറേ പാർട്ടിയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ട് ഈ ഒരു പാർട്ടിയിലോട്ട് പെട്ടെന്ന് വരുമ്പോൾ ഏതെങ്കിലും ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെ വരുന്നതായിരിക്കും. അവർ കൃത്യമായിട്ടും ഇത് വോട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ? എത്ര % ഉണ്ടായിരിക്കും അത്? ഐഡിയ അതിനെപ്പറ്റി അറിയത്തില്ല, ഞാൻ ചിന്തിക്കാറുമില്ല. പാർട്ടിനോട് ഒട്ടും താല്പര്യമില്ല, ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞത് അവർ ഇനിയൊരു മൂന്നാമതൊരു ചാൻസ്, ഒരു അവസരം അവർക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. കുറച്ച് പേര് പാർട്ടിയിലോട്ട് വന്നുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറഞ്ഞത്. വാർത്തകൾ കാണുന്നു, പിന്നെ ഈ പാർട്ടി പ്രവർത്തകരെ കുറേ പേരെ വാർത്തയിൽ ഇടക്ക് കാണും. കൂടുതലും വാർത്ത പോലും കാണാറില്ല. സാധാരണ മലയാളികൾക്കുള്ള പൊതുവെയുള്ളൊരു കാര്യം, ഒരു 5 വർഷക്കാലം ഒരു പാർട്ടി ഭരിക്കുകയാണെങ്കിൽ അടുത്ത 5 വർഷം അടുത്തൊരു പാർട്ടി എന്നുള്ള രീതിയിലാണ് നമ്മുടെ മലയാളികളുടെ സ്വഭാവം. അല്ലെങ്കിൽ പ്രബുദ്ധരായ മലയാളികളെന്ന് പറയാൻ വിശേഷിക്കപ്പെടുന്ന മലയാളികളുടെ സ്വഭാവം അങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം അടിക്കടി ചേർത്തുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വന്നു. മൂന്നാമതൊരു ഭരണം കൂടി കിട്ടാൻ എത്രത്തോളം സാധ്യത താങ്കൾക്ക് കാണുന്നുണ്ട്? ഒരു പെർസെൻറ്റേജ്, ഒരു ശതമാനം താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ഒരു 60 മുതൽ 70, 60 to 70, 60 to 70%. 75%. അങ്ങനെ തോന്നാൻ കാരണം ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണോ? അല്ല, അതുകൊണ്ടല്ല തോന്നിയത്. കുറേ പേര് ചിലപ്പോൾ പാർട്ടി യൂസ് ചെയ്യാൻ വന്നവരുണ്ടാവും. അല്ലാത്തവർ ചിലപ്പോൾ പാർട്ടിനെ പറ്റി ഒന്നും അറിയാതെ വീട്ടുകാരുടെ ബേസിൽ വന്നവരുണ്ടാവും, കൂട്ടുകാരന്മാരുടെ ബേസിൽ വന്നിട്ടുണ്ടാവും. ആ ബേസിൽ അല്ലാതെ പാർട്ടി ഒന്നും ചെയ്തിട്ടൊന്നുമല്ല. ആദ്യത്തെ ഭരണം മോശമാണെന്ന് തോന്നിയിട്ടില്ല. ആദ്യത്തെ 5 വർഷം ഇത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ മറ്റേ ഏകാധിപത്യം പോലെ ഇതുപോലെ ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ പലർക്കും തോന്നിയിട്ടുള്ളത് ഇവർക്ക് ആത്മവിശ്വാസം കുറഞ്ഞു തുടങ്ങുന്നു എന്നാണ് കേട്ടു തുടങ്ങുന്നത്. അതാണ് കരിങ്കൊടി കാണിക്കുമ്പോൾ പോലീസിനെ കൊണ്ട് തല്ലി ചതപ്പിക്കുന്നത്. അത് ആത്മവിശ്വാസം കുറയുന്ന ഒരു പാർട്ടിയുടെ അംഗങ്ങളായിട്ടാണ് തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സമാധാനപരമായിട്ട് ബുദ്ധിപരമായിട്ട് ഒരു ഭരണം വീണ്ടും തിരിച്ചുപിടിക്കാനുള്ള ഒരു ആർജവം, ഒരു ബുദ്ധി വൈഭവം ഈ പിണറായി സർക്കാരിനുണ്ടെങ്കിൽ ഇവർ നിസ്സാരമായ കാര്യങ്ങൾക്ക് ആൾക്കാർ തല്ലി ചതയ്ക്കുമായിരുന്നു. പറഞ്ഞിട്ടുണ്ടോ? ചതക്കില്ലായിരുന്നു, കുറവാണ്. പിടിച്ചെടുക്കണം, അതാണ് സംഭവം. പിടിച്ചെടുക്കാനേ ഇത് പട്ടാള ഭരണമല്ല. അല്ല, അതവർക്കറിയില്ല. അപ്പോൾ പട്ടാള ഭരണമല്ലാത്തതുകൊണ്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി കള്ളവോട്ട് മാത്രമേ ഒരു അവസാനത്തെ ഒരു ലക്ഷ്യമായിട്ട് കാണുന്നുള്ളൂ. അത് നടക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, കള്ളവോട്ടിന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആത്മവിശ്വാസം ഇല്ലാത്ത, ബുദ്ധിയില്ലാത്ത ഈ ആൾക്കാർക്ക് ഇനി ഒരു ഭരണം കിട്ടാൻ സാധ്യതയുണ്ടോ? ഭരണം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇല്ല, ഉണ്ട്, ഉള്ള കാര്യം പറയുന്നുണ്ട്. താങ്കളുടെ ആഗ്രഹമാണോ ഇവർ പാർട്ടി? ഒരിക്കലല്ല, ഞാൻ പാർട്ടി പ്രവർത്തകനായിരുന്നു. CPM, DP, DYFI. അതൊക്കെ കിട്ടും. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയണം, താങ്കൾ പാർട്ടി പ്രവർത്തകനായിരുന്നു. ഒരുപാട് ദൂഷ്യവശങ്ങൾ ഈ പാർട്ടിക്ക് ഇല്ലേ? സത്യത്തിൽ താങ്കളുടെ കണ്ണുകൾ തന്നെ അത് പറയുന്നുണ്ട്. താങ്കൾ ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഉള്ളതുപോലെ പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയൂ. ഇന്ത്യയുടെ ജില്ലാ ചെയർമാനല്ലേ ഞാൻ ചോദിക്കാവുന്ന കാര്യമില്ല. അതായത് നമുക്കിന്ന് മുഖ്യമന്ത്രി വിഭാവനം ചെയ്തിരിക്കുന്ന നവകേരള യാത്ര, ഈ നവകേരള യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന ഒരു അഭിപ്രായം എന്താണ്? ഇപ്പോൾ ഇവരെ നവകേരള യാത്ര ഇലക്ഷൻ എടുക്കുന്നതുകൊണ്ടാണോ, അതല്ല വേറെ എന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യത്തിൽ വേണ്ടി തുടങ്ങി വെച്ചിരിക്കുന്നുള്ളൊരു അഭിപ്രായം എന്താണ്? ഈ നവകേരള യാത്ര നടത്തുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം മനസ്സിലാക്കണം. നവകേരള യാത്ര നടക്കുമ്പോൾ അല്ലെങ്കിൽ അവർ തുടങ്ങുമ്പോൾ ഒന്ന് കേരളത്തിൽ ശബരിമല തീർത്ഥാടന കാലഘട്ടം ആരംഭിക്കുന്ന സമയമാണ്. കേരളത്തിലെ ഖജനാവിലേക്ക് കോടാനുകോടി രൂപ, അനൗദ്യോഗികമായ കണക്കിന് 25,000 കോടി രൂപയിലധികം ഖജനാവിലേക്ക് വരുമെന്ന് സർക്കാർ ഇതര ഏജൻസികൾ പറയുന്നൊരു കാലഘട്ടമാണ് നവകേരള സദസ്സ് അവർ പ്രഖ്യാപിച്ചുകൊണ്ട് റോഡ് നടക്കുന്നത്. അപ്പോൾ കേരളത്തിലെ പോലീസിംഗ് സംവിധാനം മുഴുവനും അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ്,
അല്ലെങ്കിൽ മറ്റേ വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി ബോർഡ്, ആഭ്യന്തര വകുപ്പ്, ഇതെല്ലാം ഒരു ഏകോപനമുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വലിയ തീർത്ഥാടകർ, ലക്ഷോപലക്ഷം വരുന്ന തീർത്ഥാടകർ വരുന്ന ഒരു പദ്ധതിയെ വിജയിപ്പിക്കാൻ സാധിക്കും. ആ ഒരു സമയത്താണ്, ആ ഒരു കാലഘട്ടത്തിലാണ് ഒരു നവകേരള സദസ്സിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് തികഞ്ഞ ഹൈന്ദവ ജനതയോടുള്ള തികഞ്ഞ വിവേചനം, അവരെ പ്രകോപിതരാക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അതുവഴി ഇവിടുത്തെ ഭീകരവാദ സംഘടനകളോട്, അതല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സംഘടനകളോട്, അല്ലെങ്കിൽ ചില ഏതാനും ചില മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളുടെ സംരക്ഷണവും അല്ലെങ്കിൽ പിന്തുണയും ഗവൺമെൻറ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. മറ്റൊരു പശ്ചാത്തലം, ഇസ്രായേൽ പാലസ്തീൻ അക്രമം നടക്കുമ്പോൾ നോക്കണം, ശരിക്കും ഇൻ്റർനാഷണൽ തലത്തിലെ വിഷയമാണ് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം. അതിൽ ഇസ്രായേലിനൊപ്പം അവിടെ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഒരു നിലപാട് സ്വീകരിക്കുന്നു. ലോകമെമ്പാടുമുള്ള 193 രാജ്യങ്ങൾ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഹമാസുകളാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് എല്ലാവരും നമുക്കൊക്കെ പത്രത്തിലൂടെ ദൃശ്യമാധ്യമങ്ങളും നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഹമാസുകൾക്കൊപ്പമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഹമാസ് എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ള ഒരു മുസ്ലിം ഭീകരവാദ ഗ്രൂപ്പാണ്. കേരളത്തിലത് ISIയും ഹിസ്ബുൾ മുജാഹിദിനും അതുപോലുള്ള സംഘടനകളാണെങ്കിൽ അതുപോലത്തെ സംഘടനയാണ് പാലസ്തീൻ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഇസ്രായേൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ഹമാസ് എന്ന് പറയുന്നത്. ആ ഹമാസുകൾക്കൊപ്പം അല്ലെങ്കിൽ ഹമാസ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമൊക്കെ നടന്ന പശ്ചാത്തലമാണ് നവകേരള സദസ്സിന് വേണ്ടി അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം സംശയിക്കേണ്ടിയിരിക്കും. കേരളത്തിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാനും കേവല വോട്ട് ബാങ്കിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളെ ദുരുപയോഗം ചെയ്യുവാനും വേണ്ടിയാണ് ഈ അവസരം അവർ വിനിയോഗിക്കുന്നത്. കേരളത്തിലെ ഖജനാവാണ് കാര്യമാവുന്നത്. എൻ്റെയും നിങ്ങളുടെയും നികുതിപ്പണം ഇവിടുത്തെ BJP-ക്കാരൻ്റെയും CPM-കാരുടെയും കോൺഗ്രസ്സുകാരൻ്റെയും മുസ്ലിം ലീഗുകാരൻ്റെയും എന്ന് വേണ്ടി ഇവിടുത്തെ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ ജനങ്ങളുടെയും നികുതിപ്പണത്തിൻ്റെ പെട്ടിയാണ് ഖജനാവ് എന്ന് പറയുന്നത്. ആ ഖജനാവ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നത്. നവകേരള സദസ്സിൽ എന്ത് പരിഹാരമാണ് ഉണ്ടായിട്ടുള്ളത്? ഇപ്പോൾ നവകേരള സദസ്സിൽ എറണാകുളം വേണ്ടിയിട്ടിരിക്കുകയാണ്. എന്ത് പരിഹാരമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്? ഒരു വില്ലേജ് ഓഫീസർ കൊടുത്താൽ, ഒരു വില്ലേജ് ഓഫീസറിനോട് ഇവർ നേരിട്ട് കൊടുത്താൽ വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട പല കാര്യങ്ങളുമാണ് നവകേരള സദസ്സിൽ പരാതിയായിട്ട് വരുന്നത്. അത് കേരളത്തിലെ ഒരു വില്ലേജ് ഓഫീസർ മര്യാദയ്ക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കാൻ സാധിക്കുന്ന ചില ആവശ്യങ്ങളേ ഉള്ളൂ. അതിനവരെ പ്രാപ്തരാക്കാത്ത സാഹചര്യമാണുള്ളത്. പോലീസിനെ പാർട്ടി കൈയടക്കിയിരിക്കുകയാണ്. പാർട്ടി കേഡർമാർ അവരുടെ വശത്താക്കിയിരിക്കുകയാണ്. പോലീസിനെ കുറിച്ചുള്ള പരാതികൾ ഏറെ ഉള്ളത്. പോലീസിനെ സഹോദരമാക്കേണ്ടതിൻ്റെ അതിലൂടെ നവകേരള സദസ്സ് നടത്തേണ്ട ആവശ്യമില്ല. ഒരു വില്ലേജ് ഓഫീസർ മര്യാദയ്ക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഒരു നവകേരള സദസ്സ് നടത്തേണ്ട ആവശ്യമില്ല. ഈ നവകേരള സദസ്സ് എന്നതുകൊണ്ട് അവർ എന്താ ഉദ്ദേശിക്കുന്നത്? ഇക്കാലം അത്രയും കേരളം ഐക്യ കേരളം രൂപീകൃതമായി ഇക്കാലം പിന്നിടുമ്പോൾ ഒരു കേരളം ഉണ്ടായില്ല എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത്. ഒരു കേരളം, പുതിയൊരു കേരളം എന്നവർ ആവശ്യമായി മുന്നോട്ട് പോകുമ്പോൾ ഈ യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് മാറി നിന്നുള്ള കേരളമാണ് ഇവർ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കാരണം കേരള ബാങ്ക് ഇവർ ഒരുപാട് കേരളത്തിൽ രൂപീകരിച്ചിട്ടുണ്ടല്ലോ. KFON അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ്, കേരള ബാങ്ക്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് മറ്റൊരു സംസ്ഥാനമാണ് എന്ന ഒരു പ്രഖ്യാപനം നടത്തുവാൻ വേണ്ടിയുള്ളതാണോ? അതല്ല എങ്കിൽ ഇവർ ഇവിടുത്തെ ഭീകരവാദ ഹമാസുകൾ പോലെയുള്ള ആളുകളെ സഹായിക്കുന്ന ഭീകരവാദ വിധ്വംസക ശക്തികളെ അനുകൂലിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾക്കൊപ്പമുള്ള നിലപാടുകളാണോ? ഇത് കേരളത്തിലെ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ, കേരളത്തിൽ മതേതരം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സഹിക്കാൻ സാധിക്കുന്ന ഒരു വികസന പദ്ധതിയെക്കുറിച്ച് പറയാൻ സാധിക്കില്ലല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചു, നമുക്ക് ഈ നവകേരള യാത്രയും ഈ ആഗോള പ്രശ്നവും തമ്മിൽ എന്താണ് ബന്ധം? അല്ല, സമയം നോക്കണം. ഒരു യാത്ര നടത്തുമ്പോൾ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള യാത്ര നടത്താറുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ യാത്ര നടത്താറുണ്ട്. ഇപ്പോൾ വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷൻ മുന്നോടിയെ കണ്ടുകൊണ്ട് നടത്തിയ ഒരു നവകേരള യാത്രയാണ്. അതിന് ശേഷം വരാൻ പോകുന്ന മറ്റ് പൊതു തെരഞ്ഞെടുപ്പ് നമ്മുടെ അസംബ്ലി നിയമസഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് അല്ല, എല്ലാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ യാത്ര നടത്താറുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും യാത്ര നടത്താറുണ്ട്. BJP നടത്താറുണ്ട്, CPM നടത്താറുണ്ട്, കോൺഗ്രസ് നടത്താറില്ല. അതിനും പാർട്ടി യാത്ര നടത്തുന്ന കാര്യത്തിൽ പറയാറില്ല. ഇതൊരു ഗവൺമെൻറ്റാണ് യാത്ര നടത്തുന്നത്. 21 മന്ത്രിമാർ വണ്ടിയിൽ യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരാണ് യാത്ര ചെയ്യുന്നത്. എന്താ അവർ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതുവരെ ഇപ്പോൾ എറണാകുളം, ആലപ്പുഴ പിന്നിട്ട് ഇതുവരെ ഏകദേശം എത്ര പരാതി ഇവരുടെ കയ്യിൽ സ്വീകരിച്ചിട്ടുണ്ട്? അവർ പറയുന്നത് 10,000-കണക്കിന് പരാതികൾ വരുന്നു എന്നാണ് പറയുന്നത്. പരാതികൾ വരുന്നു എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് പരാതികൾ വരുമ്പോൾ ഈ ഇലക്ഷനും അടുത്തിരിക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ അതിനോട് ഒരുപാട് നല്ല കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് ഇവർക്ക് ഈ പരാതികളെല്ലാം അടിയന്തരമായി തീർപ്പാക്കാൻ സാധിക്കുമെന്നാണ്.
എൻ്റെ സുഹൃത്തെ, നമ്മളിന്നിപ്പോൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൻ്റെ പൊതുകട എത്രയാണ്? 4 ലക്ഷം കോടി രൂപയിലധികം കടമുള്ള സംസ്ഥാനമാണ് കേരളം. കേന്ദ്രത്തിൽ നിന്ന് അധിക വായ്പ ഗ്രാൻഡ് അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തിലെ പല പദ്ധതികളും നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകും. PWD കോൺട്രാക്ടർമാർ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നു. ഉച്ചക്കഞ്ഞിക്ക് കാശില്ലായെന്ന് പറയുന്ന ഗതികേടിലേക്ക് സംസ്ഥാനം പോയിരിക്കുന്നു. കൊച്ചുകുട്ടികളുടെ ഉച്ചക്കഞ്ഞി നിർത്തിവെക്കേണ്ട ഒരു ഗതികേടുള്ള സംസ്ഥാനത്ത് എന്ത് പദ്ധതി ഇവർ പൂർത്തീകരിക്കാനുള്ളത്? എന്ത് പദ്ധതി ഇവർക്ക് തുടങ്ങാൻ സാധിച്ചിട്ടുള്ളത്? ഏതെങ്കിലും ഒരു വ്യവസായം തുടങ്ങിയതായിട്ട് പറയുന്ന അവഹേളന സാഹചര്യം മുഖ്യമന്ത്രിക്ക് സാധിക്കും. ഞാൻ വെല്ലുവിളിക്കുന്നു. BJPയുടെ ജില്ലാ അധ്യക്ഷൻ, ജില്ലാ പ്രസിഡന്റ് എന്നൊക്കെ ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു പദ്ധതിയുടെ പ്രഖ്യാപനം, ഒരു പദ്ധതി ഞങ്ങൾ തുടക്കമിട്ടിരിക്കുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ട്? ഏതെങ്കിലും പദ്ധതി? ഏത് പദ്ധതിയാണ്? കൂട്ടിയ പദ്ധതികൾ ഞങ്ങൾ പറയും. എറണാകുളത്തിൽ ഞാൻ വ്യവസായം നടത്തി താമസിക്കുന്നു. കൂട്ടിയ പദ്ധതികൾ 100 കണക്കിന് എനിക്ക് പറയാൻ സാധിക്കും. 100 കണക്കിന്. ഫാക്ടറി എന്ന് പറയുന്നത്, ഉദ്യോഗമണ്ഡലം എന്ന് പറയുന്നത് വ്യവസായ നഗരമാണ്. എത്രയോ കമ്പനികളുടെ കൂട്ടിക്കിടക്കുകയാണ്. എത്രയോ സ്ഥാപനങ്ങൾ, ഹിന്ദുസ്ഥാൻ ലിവർ, പ്രീമിയർ, മറ്റേ ആലുവയിലെ തുണിമില്ലുകൾ, കണ്ടെയ്നർ കമ്പനി, നമ്മുടെ അരൂരിലുള്ള കണ്ടെയ്നർ കമ്പനി, എത്രയെത്രയോ കമ്പനികൾ, 16,000 തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖലകൾ പലതും കൂട്ടിയിട്ടിരിക്കുകയാണ്. ആരെയും ഉത്തരവാദിത്തം അത് ഇവിടെ BJP കേരളം ഭരിച്ചതുകൊണ്ടാണോ? അപ്പോൾ ഇതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. അത് ജനങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഇവർക്ക് വീണ്ടും വോട്ടുകൾ ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് അത്? അല്ല, ഇതിനകത്ത് 2 വശമുണ്ട്. ഒന്ന്, സഹകരണ ബാങ്കുകളിൽ പട്ടയം പണയം വെക്കാത്ത മലയാളികൾ ചുരുക്കമാണ്. കാരണം സഹകരണ ബാങ്കുകൾ ഒരുപക്ഷെ സഹായിക്കുന്ന നിലപാട് ഉള്ളതുകൊണ്ട്. കാരണം ഒരുപാട് നൂലമാലകളൊന്നുമില്ലാതെ ലോൺ അനുവദിക്കുകയും ചില വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ചില കല്യാണത്തിന് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സഹകരണ ബാങ്ക്. എനിക്ക് അനുഭവമുണ്ട്. പക്ഷേ സഹകരണ ബാങ്കിൽ എന്തിനും ഇത്രയും വലിയ കൊള്ള നടക്കുമെന്ന് ഒരു ജനവും വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സഹകരണ ബാങ്കുകളിൽ പല ആളുകളുടെയും പട്ടയം ഇരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ പണയപ്പണ്ടങ്ങൾ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ തെമ്മാടികൾക്കൊപ്പം അല്ലെങ്കിൽ തെമ്മാടികൾക്കൊപ്പം അല്ലെങ്കിൽ അവർ പറയുന്നത് പാവപ്പെട്ട ജനം, പാവപ്പെട്ട കേരളീയർ കേൾക്കേണ്ട ഗതികളുണ്ടാകുന്നത്. ഇത് യാഥാർത്ഥ്യമാണ്. ഇത് യാതൊരു സംശയമില്ല കാര്യത്തിന്. കേരളത്തിലെ പണയമിടപാടുകൾ ഈ സഹകരണ ബാങ്കുകളിൽ കേരളത്തിലെ മലയാളികളുടെ ബഹുഭൂരിപക്ഷം വരുന്ന മലയാളികളുടെയും പണവും പണ്ടവും ഇരിക്കുന്നത് സഹകരണ ബാങ്കുകളിലാണ്. ഈ സഹകരണ ബാങ്കുകൾ ഇരിക്കുന്നത് കൊണ്ട് ഒരു ഉദാഹരണത്തിന് പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും കുടിശ്ശിക നോക്കി പാർട്ടി നോക്കി എഴുതയക്കാറുണ്ട്. VDFT എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താറുണ്ട്. കാരണം വഹിക്കുന്നത് കോൺഗ്രസോ CPO-മാർ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും BJPയോട് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അഭിമുഖമുള്ള ആളുകൾ പോലും അവർ പ്രവർത്തിക്കാൻ അല്പം വിമുഖത കാണിക്കുന്നു. കാരണം വീട് പറമ്പ് വൃത്തി ചെയ്യാനും അസിസ്റ്റമായിട്ട് ആളുകൾ വരും, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ വരും എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം കിടപ്പാടം ഈ കോൺഗ്രസിൻ്റെ ബാങ്ക് സഹകരണ ബാങ്കിൽ പണയം വെച്ചു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹകരണ ബാങ്കിൽ പണയം വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരതിനൊരു അല്പം വിമുഖത കാണിക്കാറുണ്ട്. സ്വാഭാവികമാണ്. പക്ഷേ മാറ്റം അനിവാര്യമാണ്. മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇവർ ചെയ്തുകൊണ്ടിരുന്ന കൊള്ളരായ്മകൾ കരുവാന്നൂരും കണ്ടലയിലും പുൽപ്പള്ളിയിലുമൊക്കെ സഹകരണ ബാങ്കിലൊക്കെ നടന്ന ഈ അഴിമതികളൊക്കെ ജനം അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അതൊക്കെയൊന്നും ഈ പ്രലോഭനങ്ങളും ആ ഭീഷണികൾക്ക് മുമ്പിലൊന്നും ജനങ്ങൾ നോക്കാൻ പോകുന്നില്ല. ജനങ്ങൾ വിജയിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല കാര്യത്തിൽ. പണ്ട് കാലങ്ങളിൽ ഒരു പഞ്ചായത്തിൽ 16 വീടുണ്ടായിരുന്നു. അതിൽ പണ്ട് കാലത്ത് ഈ ഗൾഫിൻ്റെ ഈ കുത്തൊഴുക്ക്, ഗൾഫിൽ നിന്നുള്ള പണത്തിൻ്റെ കുത്തൊഴുക്ക് അധികമായി വർദ്ധിച്ചു വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണെങ്കിൽ ഈ പറയുന്ന ലോൺ ആൾക്കാർക്ക് തരപ്പെടുത്തി കൊടുക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ സഹകരണ ബാങ്കുകളിൽ വരുന്ന കോടികളുടെ കള്ളപ്പണമാണ്. ഈ കോടികളുടെ കള്ളപ്പണം കിടക്കുന്നിടത്തോളം കാലം അവരെ ആൾക്കാരെ മാത്രം തിരഞ്ഞെടുത്ത് സാഹചര്യം കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമൂഹത്തിൻ്റെ ബിലോ പോവർട്ടി ലെവലിൽ വരുന്ന ബിലോ പോവർട്ടി ലെവൽ എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചുരുക്കമാണ്. എന്നിരുന്നാൽ തന്നെയും അത്തരത്തിലുള്ള ആൾക്കാരെ സഹകരണ ബാങ്കിൽ നിന്ന് നിസ്സാരമായ പൈസ ലോൺ എടുക്കുന്നു എന്നുള്ളതാണ്. സഹകരണ ബാങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ എടുത്ത ലോണിൻ്റെ കുടിശ്ശികയോ അല്ലെങ്കിൽ അതിൻ്റെ കടമോ പലിശയോ അല്ലെങ്കിൽ ചില വീട് അനാഥാരമാകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ 5-6 വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ലോണുകളാണ് ഇന്നത്തെ പലിശയും പലിശയും ഒക്കെ വരുന്നത്. അന്തരത്തെ സ്വർണ്ണപ്രായങ്ങളാണ് പലപ്പോഴും ഇന്നിപ്പോൾ അവർക്ക് കിട്ടാത്ത രീതിയിലേക്ക് ആയി മാറിയിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഭീഷണികൾ, ഇപ്പോൾ നിങ്ങളുടെ പണയം ഇവിടെ ഇരിക്കൊണ്ട് ഞങ്ങൾ നോട്ടീസ് അയച്ച് നിൽക്കാൻ പോകുന്നു. നോട്ടീസ് അയക്കുന്ന സ്വാഭാവികമായിട്ടും ചില നിലപാടുകൾ രാഷ്ട്രീയ നിലപാടുകൾ എതിരാണെങ്കിൽ പോലും മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഈ മറ്റുള്ള പാർട്ടികൾ, കോൺഗ്രസ് പാർട്ടി ആയിരുന്നാലും ഇപ്പോൾ NDA ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നാലും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കുന്നതായിട്ട് നാം പറയുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കലുമില്ല. അത് ഈ പറയുന്ന ലോണിന് വേണ്ടിയിട്ട് മാത്രം ഈ പറയുന്ന സഹകരണ ബാങ്കുകളിൽ നിന്ന് അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആൾക്കാരുടെ സഹായം കോൺഗ്രസ് പാർട്ടിയിലെ ചില പ്രവർത്തകർ ഈ ലോൺ പങ്കെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് അതേപോലെ മനസ്സിലായി. നിങ്ങൾക്ക് ഇതിന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. BJPയുടെ ഒരു സജീവ പ്രവർത്തകനും ഒരു ആനുകൂല്യത്തിനും വേണ്ടി ഒരു ബാങ്കിനും പോയിട്ടില്ല.
ഇപ്പോൾ നമ്മുടെ ജനകീയ ആസൂത്രണ പദ്ധതി ഞാനായിരുന്നു ഞങ്ങളുടെ ഗവൺമെൻറ് വാജ്പേയി ഗവൺമെൻറ് ആടിന് ഗോയിനെ കാലഘട്ടമുണ്ടായിരുന്നു. അങ്ങനെ മാർക്കറ്റ് വന്നു. അതുപോലും വേണ്ടാന്ന് വെച്ച നിരവധി കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നല്ല RSകാരായിരുന്നാലും BJPക്കാരുന്നു. കാരണം മാർക്സിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നേതാവിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിൻ്റെ ഒപ്പ് വേണ്ട അവർ പറയുന്ന മാർക്ക് കിട്ടിക്കൊണ്ട് ഞങ്ങൾക്കത് വേണ്ട എന്ന് നിലപാട് സ്വീകരിച്ച 100 സംഭവം ഞാൻ വിളിക്കണം. താങ്കൾ പറയുന്ന ഒരു ആദർശവാദികളായ പ്രവർത്തകരെ ഇന്ന് എല്ലാ പദ്ധതികളുണ്ട്. അത് ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ആൾക്കാരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല. കോൺഗ്രസിൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് അവിടെ ചോദിച്ചാൽ എനിക്ക് BJPയെ കുറിച്ച് പറയാൻ സാധിക്കില്ല. BJPക്ക് അങ്ങനെ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല. ഒരിക്കലും അതിലുണ്ട്. നമ്മൾ പറഞ്ഞു വന്ന വിഷയങ്ങൾ അതിൽ നിന്ന് വിഷയത്തിൽ മാറിപ്പോകുന്നു. നമ്മുടെ നവകേരളത്തിൽ. അപ്പം ഈ നവകേരളത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന ഈ ചെയ്യുന്ന ഈ നവകേരളം ആഗോളതലത്തിലോട്ട് പോയി തിരിച്ച് നമ്മൾ കോർപ്പറേറ്റ് സൊസൈറ്റിയിലോട്ട് വന്ന് അല്ലേ അതല്ല. അപ്പം അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇതൊരു വോട്ട് ബാങ്ക് ആക്കാനുള്ള ഉദ്ദേശത്തിനാണോ ഇവർ നവകേരള യാത്ര നടത്തുന്നത്? ഈ ഇലക്ഷൻ സമയത്ത് ചെയ്യുമ്പോഴേക്ക് വോട്ട് ബാങ്കിനാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പോളിംഗ് സ്റ്റൈലല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് മറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി ആയിരിക്കില്ല ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത് മൂന്ന് രീതിയിലാണ്. ഇവിടെ BJPക്ക് ജയിക്കാൻ സാധിക്കുമോ? BJP ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അല്ലെങ്കിൽ NDA ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ പൂർണ്ണമായിട്ടും സ്വീകരിക്കാൻ പോകുന്ന ഇന്ത്യയെ ഇപ്പോൾ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിന് മുമ്പ് നടന്ന 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അന്നിവിടെ ഉണ്ടായ ഒരു മുന്നേറ്റം BDSൻ്റെയും ഇന്ത്യയുടെ മുന്നേറ്റം ഉണ്ടായിരുന്നു. ഏതാണ്ട് 30ഓളം 140 നിയോജക മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനവും അല്ലെങ്കിൽ 2ാം സ്ഥാനത്തിനോട് അടുത്തുള്ള സ്ഥാനങ്ങളിലേക്ക് ഇന്ത്യക്ക് മാറാൻ സാധിക്കും. ക്രോസ് ഔട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഡസൻ കണക്കിന് MLAമാർ അന്ന് നിയമസഭയ്ക്കകത്ത് BJPക്ക് ഉണ്ടാകുന്നത്. ക്രോസ് ഔട്ട് കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ രാഷ്ട്രീയത്തിന് വഴിക്ക് പോട്ടെ, ഞങ്ങൾ കോൺഗ്രസ്സുകാർ CPM അങ്ങനെ മത്സരിക്കും അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഡസൻ കണക്കിന് MLAമാരെന്ന് നമുക്ക് ഉണ്ടാകുമായിരുന്നു, ഇന്ത്യക്ക് ഉണ്ടാകുമായിരുന്നു. അതൊന്നും നിലനിൽക്കുകയാണ്, അതിനകത്ത് മാറ്റമില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ ആലപ്പുഴയിൽ നടന്ന സംഭവം നവകേരള യാത്ര പോയ സമയത്ത് നമുക്ക് ഈ വഴിയരികിൽ നിന്ന് കരിങ്കൊടി കാണിച്ചത്, അതായത് അക്രമാസക്തമല്ലാതെ ഒരു പൗരന് പ്രതിഷേധം അറിയിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ആ പ്രതിഷേധം കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചപ്പോൾ ഇവരെന്താ ചെയ്തത്? പോലീസിനെ അവരുടെ ബോഡി ഗാർഡ്സ്, അതായത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ പോലീസിലെ ക്രിമിനൽ സ്വഭാവത്തിലുള്ള ചില പോലീസുകാരെ കൊണ്ട് ഇതിൽ അടിച്ചമർത്തി കുറച്ച് യുവാക്കളെ നല്ല രീതിയിൽ അത് കാരണമില്ലാതെ മർദ്ദിച്ചു. അപ്പം ഈ സമയത്ത് ഈ പറയുന്ന നമ്മളിപ്പോൾ പുറമേ നമുക്ക് കേൾക്കുന്നത് യൂത്ത് കോൺഗ്രസ് അല്ല കോൺഗ്രസ് പ്രവർത്തനം കേൾക്കുന്നത് NDA ആ സമയത്ത് മാറി നിന്നു. എന്താണ് തോന്നുന്നത്? ഇതിൽ NDA അല്ലെങ്കിൽ ഞങ്ങളുടെ BJPയുടെ യുവമോർച്ചയുടെ പ്രവർത്തകർ പല സ്ഥലങ്ങളിലും കരിങ്കൊടി കാണിച്ചു. മൂവാറ്റുപുഴ ഞങ്ങൾ കരിങ്കൊടി കാണിച്ചു. പല സ്ഥലങ്ങളിലും കരുതൽ തടങ്കൽ എടുത്തിരിക്കുകയാണ് ജനങ്ങൾ. മാർച്ച് കടന്നു പോകുന്ന ദിവസത്തിന് 1-2 ദിവസം മുമ്പ് പല പൊതുപ്രവർത്തകരെയും കരുതൽ തടങ്കലിലെടുക്കുന്നു. ഒരു നിസ്സാരമായ വകുപ്പല്ലേ? നിസ്സാരമായ വകുപ്പാണ് സാർ. ഞാൻ പറയുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ യാത്ര നടത്തുവാൻ വേണ്ടി എന്തിനാണ് പൊതുപ്രവർത്തകർ കരുതൽ തടങ്കലിലെടുക്കുന്നത്? എവിടെ കേട്ടിരിക്കുന്നു? മുഖ്യമന്ത്രി അദ്ദേഹം സ്വതന്ത്രമായി നടക്കാൻ അദ്ദേഹം നടന്നു പോകുന്ന വഴിയിലുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരുതൽ തടങ്കലിലെടുക്കുന്ന സാഹചര്യം ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. മറ്റൊന്ന് ഇപ്പോൾ താങ്കൾ പറഞ്ഞു മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പോയ ആളുകൾ. ഇവിടെ ഗവർണർ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ കേസിൽ കേരളത്തിലെ തലവനാണ് ഗവർണറെ തടയുവാൻ വേണ്ടി പോലീസ് വാഹനത്തിൽ SFI ഗുണ്ടകളെ കൊണ്ടുപോയി ഇറക്കി ഗവർണറെ തടയുന്ന വാഹനം തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുമെന്ന് പറയുമ്പോൾ കേരളത്തിലെ ഗുണ്ടാരാജും പോലീസുകാരും ഇത് എത്രത്തോളം ഇവിടെയും കേരളത്തെ നശിപ്പിക്കുമെന്നുള്ളതാണ് ശക്തമായ പ്രതിഷേധം ജനങ്ങൾക്കുണ്ട്. മറ്റൊരു കാര്യം പറഞ്ഞു, ശബരിമല അനാചാരങ്ങൾക്കെതിരെ സമരം ചെയ്തപ്പോൾ ഞങ്ങൾ സമരം ചെയ്യുന്ന ഞങ്ങൾ അംഗീകരിക്കുന്നത് പറയാം. അന്ന് വോട്ട് കൊണ്ടുപോയത് മുഴുവൻ കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ അതിൽ ഞങ്ങളൽപ്പം കരുതിക്കൊള്ളുക. അത് വളരെ പതിയും വളരെ കരുതലോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ആവശ്യമായ രീതിയിൽ സമയത്ത് ആവശ്യമായ രീതിയിൽ തന്നെ പ്രതിഷേധിക്കും. ഞങ്ങളുടെ പ്രതിഷേധം ശക്തമായിട്ട് തന്നെ ഈ കാര്യത്തിലുണ്ട്. നവകേരള സദസ്സ് എന്ന് പറയുന്ന ഈ അഴിമതി കൂടാരങ്ങളുടെ യാത്ര നവകേരള സദസ്സല്ല. ഒരു കാര്യം ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പലയിടങ്ങളിൽ NDA പ്രതികരിച്ചു, NDA കരിങ്കൊടി കാണിച്ചു. കോൺഗ്രസിൻ്റെ പ്രവർത്തകരായ യൂത്ത് കോൺഗ്രസും അതുപോലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽപ്പെട്ട ആൾക്കാരും കരിങ്കൊടി കാണിച്ചു. അവർക്ക് മർദ്ദനവും NDAക്ക് മർദ്ദനവും ഇല്ലാതെ പോയത് ഈ പറയുന്നതിൽ എന്താണ് അത് തമ്മിലുള്ള ബന്ധം? അല്ല, ഞങ്ങൾ മർദ്ദനമേറ്റ ആളുകളുണ്ട്. നിങ്ങൾ കാണത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അല്ല
കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ കാണിച്ചാൽ ഒരു ജില്ല ഞങ്ങൾ കാണിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ എല്ലാ ജില്ലകളിലും ഞങ്ങളുടെ പ്രവർത്തകർ ഒരു കരികൂടി കാണിക്കാനുണ്ടായിരുന്നു, ഒരു വർധനം കിട്ടിയത്. പക്ഷേ നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഒന്നും കാണാൻ കഴിയില്ല. ബി ജെ പി നേതാക്കന്മാർ അല്ലെങ്കിൽ എൻ ഡിയുടെ പ്രവർത്തകർക്ക് വർധനയ്ക്കൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാൻ വഴിയില്ല. രണ്ട് പ്രാവശ്യം തുടരെ ഭരണം കിട്ടിയ സ്ഥിതിക്ക് ഇനി മൂന്നാമതൊരു ത്രികോണ മത്സരം വരില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് ബോധ്യമുള്ളതുകൊണ്ട് NDA ഇനി ഭരണത്തിൽ വരത്തില്ല, തിരിച്ച് ഭരണത്തിൽ വരാൻ സാധ്യതയുള്ളത് കോൺഗ്രസ് ആണ് എന്നുള്ള ഒരു ഭയത്തോടു കൂടി ഒരു മുൻവിധിയോട് കൂടി പ്രതിരോധിക്കുന്നതല്ല ഈ പോലീസിനെ കൊണ്ട് തന്നെ ചതിക്കുന്നത്. ഒരിക്കലും ജനാധിപത്യ രാജ്യത്ത് തുടർച്ചയായിട്ട് രണ്ടാം വട്ടം തന്നെ ഭരണം കിട്ടിയെന്ന് പറയുന്നത് അവിടുത്തെ മുസ്ലിം തീവ്രവാദി ഗ്രൂപ്പിലെ അതിലോട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് എത്രമാത്രം ആത്മവിശ്വാസമുണ്ട് ഈ പ്രാവശ്യം എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് NDAക്ക് ഒരു ഭരണം കിട്ടുമെന്ന്? അല്ലെങ്കിൽ അത് ഇതിലിപ്പോൾ ഞാനിപ്പോൾ ആഗോള രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നില്ല, കാരണം അത് കുഴപ്പമില്ല. കേരളത്തിൽ നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വലിയൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്, വലിയൊരു മാറ്റം. ഞാൻ എറണാകുളം ജില്ലയിലെ അധ്യക്ഷൻ എന്നുള്ളത് ഞാൻ രാഷ്ട്രീയം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. പത്രങ്ങളും ദൃശ്യമാതമായിട്ട് സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരാളാണ് നമുക്ക് രാഷ്ട്രീയം. വലിയ മാറ്റം കേരളത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപക്ഷെ ഞങ്ങളെപ്പോലും തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള പല മണ്ഡലങ്ങളിലും വിജയിച്ച് കയറാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ. ഒരു സംശയമില്ല. ഒരുപക്ഷെ അത് നമ്മളത് ആലോചിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള നമ്പറുകളിലേക്ക് ഇത് മാറാം. ഇപ്പോൾ ഞങ്ങൾ 4 മണ്ഡലങ്ങൾ 5 മണ്ഡലങ്ങൾ ജയിക്കും, ഞങ്ങളൊരു 8 മണ്ഡലങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക്, അതിനേക്കാൾ ഉപരിയായിട്ടുള്ള പ്രതീക്ഷകളിലേക്ക് പോകുന്ന രീതിയിലാണ് താഴെത്തട്ടിൽ നിന്നുള്ള BJPയുടെ NDAയുടെ പ്രവർത്തനങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ BJP ഒറ്റയ്ക്ക് എന്ന നിലക്കാണ് ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. ഇന്നിപ്പോൾ അതല്ല ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ BDS എന്ന് പറഞ്ഞ SNDPയുടെ വലിയൊരു പിന്തുണ ഞങ്ങൾക്കുണ്ട്. BDS എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി പിന്തുണ കേരളത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസി സമൂഹത്തിൻ്റെ ജാനം ചെയ്ത പാർട്ടി പിന്തുണ ഞങ്ങൾക്കുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാകും, വലിയ മാറ്റങ്ങൾ.